നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കഥയിൽ സി ഐക്ക് നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടുന്നുണ്ട്. സി ഐ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേ. ആ സമയത്ത് നന്ദു അയാളോടൊപ്പം അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവണം. അപ്പോഴേക്കും നന്ദുവിനോട് പറഞ്ഞു, നീ കോടതിയിലെ പ്രതിഭാഗത്തോടൊപ്പം നിൽക്കുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എന്റെ ചേച്ചി പ്രതിയല്ലാന്ന് കോടതി തന്നെ വെളിപ്പെടുത്തിയ കാര്യമല്ല സാറേ. പിന്നെ എന്റെ ചേച്ചി പ്രതിയാന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പം നീ നിന്നോ. പക്ഷെങ്കിലുണ്ടല്ലോ, ഈ അഹങ്കാരം ഒന്നും അതേ കാലം കാണത്തില്ല. നീ സ്റ്റേഷനിലേക്കല്ലേ വരുന്നേ, ഞാനല്ലേ നിന്റെ സീനിയർ. അപ്പൊ പിന്നെ നിനക്ക് നന്നായിട്ട് അവിടെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ആയിക്കോട്ടെ സാറെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് സി ഐ സ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ ക്യാബിനിൽ ഇരിക്കുന്ന സമയത്ത് ASI സക്രിയ അങ്ങോട്ടേക്കുന്നു. സാർ, ഒരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. എന്താടോ? എന്താന്നൊക്കെ ചോദിച്ചു. താനിപ്പോ എന്തിനാ എന്നെ കാണിക്കാൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. സാറേ, ലെറ്റർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വന്ന. സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, DYSP സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതാന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ്. സാറേ, ഇത്തവണ സ്ഥലമാറ്റം ഒന്നല്ല കിട്ടിയിരിക്കുന്നത്, ഒരു സസ്പെൻഷനാന്ന് പറഞ്ഞു. സസ്പെൻഷനോ? അയാളെ ലെറ്റർ വായിച്ചു. ശരിക്കും അയാളൊന്ന് ഞെട്ടിപ്പോയി. എടോ, സസ്പെൻഡ് ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിച്ചു. അത് പിന്നെ DYSP സാറിനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. പിന്നെ ആകപ്പാടെ പ്രശ്നമായിട്ട് ഇരിക്കുക. ഗർഭിണിയായുള്ള ഒരു സ്ത്രീയല്ലേ ഒരു കാരണമില്ലാതെ അറസ്റ്റ് ചെയ്തത്. ആര് പറഞ്ഞ് കാരണമില്ലാന്ന് തന്നോട്? തനിക്കറിയായിരുന്നോ? എടോ, തൊണ്ടി മുതൽ സായതല്ലേ അവളുടെ കാറിൽ നിന്ന് പിടികൂടിയത്. എന്റെ സാറേ, കോടതി അവരെ നിരപരാധിയാന്ന് പറഞ്ഞ് വിട്ടയച്ചല്ലോ. പിന്നെ സാർ എന്തിനാ ആ കുറ്റം അവരുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കണേ? ഇനിയിപ്പൊ സാറിന് തിരെ ഡ്യൂട്ടി കയറണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇനിയിപ്പൊ ആ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന ആരാ എങ്ങനെ എന്താന്നൊക്കെ പിടികൂടിയാൽ മാത്രമേ സാറിന് ഇനിയിപ്പം തിരിച്ചു കയറാൻ പറ്റുള്ളൂ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോയി. ASI സക്രിയ പോകൂടാ. അപ്പോഴേക്ക് ഇടിവെട്ടേറ്റ അവസ്ഥ CI നിൽക്കുക. CI ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് എനിക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന്. പിന്നീട് നവീന് വീട്ടിൽ ഓരോ ഫയൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നവീന് ഒരു കോള് വരുന്നേ. അപ്പോഴേക്ക് നവീൻ പറഞ്ഞു, അല്ല ഇന്നലെ വിളിച്ച പെൺകുട്ടിയല്ലേന്ന് ചോദിച്ചു. അതെ, ഇന്നലെ വിളിച്ച തന്നെയാന്ന് പറഞ്ഞു. അല്ല, ഇന്നലെ വിളിച്ച് എനിക്ക് ആ വിവരങ്ങളൊക്കെ തന്നുകൊണ്ടാണ് എനിക്ക് നയനെ രക്ഷിക്കാനായിട്ട് പറ്റിയത്. അല്ല, സത്യം പറഞ്ഞ നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു, അതെ, തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും വക്കീൽ സാർ അറിയണ്ടെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇന്നലെ കൃത്യമായിട്ട് നിങ്ങൾ വിളിച്ചിട്ട് ആ കള്ളക്കടത്ത് സ്വർണം എവിടെ വെച്ചാണ് എങ്ങനെയാണ് കാറിനകത്ത് വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് മാത്രമാണ് ആ CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയതും ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതെന്നൊക്കെ പറയണം. ആ സമയത്ത് അവളുടെ അടുത്ത് നവ്യ ഉണ്ടായിരുന്നു. അപ്പൊ നവ്യയും അവളുടെ കൂട്ടുകാരിയും കൂടെ ചേർന്നിട്ടാണ് നയനെ രക്ഷിച്ചിരിക്കുന്നത്. പക്ഷേങ്കില് അവള് പറഞ്ഞു, അതെ, ഒരു കാര്യമുണ്ട് സാറേ, ഇന്നലെ ഞാൻ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നേ. ഞാൻ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാറ് ആ നയനേച്ചിയെ രക്ഷിച്ചെന്നുള്ള കാര്യം ആരോടും പറയണ്ട. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞിട്ടില്ല, കോടതിയിൽ പോലും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനും SI നന്ദുവും കൂടെയാണ് തെളിവുകളൊക്കെ കണ്ടെത്തിയെന്ന. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി. പിന്നെ സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പം ഞാൻ ഹെൽപ്പ് ചെയ്തോളാന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല, തൽക്കാലത്തേക്ക് സാർ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, മതി, ഇത്രയും മതി എന്ന് പറഞ്ഞു. അപ്പം നവ്യാണ് രക്ഷിച്ചെടുത്തത് നയനെ. അതിനു വേണ്ടിയിട്ട് നവ്യാണ് കൂട്ടുകാരെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുകയൊക്കെ ചെയ്തേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്ദു സ്റ്റേഷനിലേക്ക് വരുവാണ്. സ്റ്റേഷനിലേക്ക് വരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു, അയാളുണ്ടല്ലോ, അയാൾക്ക് സസ്പെൻഷൻ ആന്ന് പറഞ്ഞു. ആർക്ക് സസ്പെൻഷൻ? ആ CI ഉണ്ടല്ലോ. CIക്കോ? ഇത്ര പെട്ടെന്നോ? അതെ, ഇത്ര പെട്ടെന്ന് തന്നെ അയാൾക്ക് സസ്പെൻഷൻ കിട്ടി. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇത്ര പെട്ടെന്ന് അയാൾക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഇയാളെ പോലുള്ളവരെയൊക്കെ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യണ്ടേ. 10 ദിവസം കഴിയുമ്പം സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അയാളെ ശമ്പളത്തോടു കൂടി വീണ്ടും ജോലിക്ക് കയറുമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ആ മഹാനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് നന്ദു സന്തോഷത്തോടു കൂടിയിട്ട് CIയുടെ ക്യാബിനിലേക്ക് ചെന്നു കഴിഞ്ഞിട്ട് CIയോട് പറഞ്ഞു, അല്ല സാറേ, കോൺസ്റ്റബിൾ എന്നോട് പറഞ്ഞായിരുന്നു സാറിന് സസ്പെൻഷൻ എന്തോ മറ്റോ ആയിരുന്നു. അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ, സന്തോഷം പങ്കിടാൻ വന്നായിരിക്കുമല്ലോ. എന്റെ സാറേ, അങ്ങനെ സന്തോഷിക്കുന്നോളൊന്നും അല്ല നന്ദു. പിന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. എടി, നല്ല രീതിയിലാണോ ജോലി ചെയ്തത് നിന്നോട് ആരുടെ പറഞ്ഞ്? അല്ലെന്നുള്ള കാര്യം എടി പോടി എന്നുള്ള വിളിയൊക്കെ അതങ്ങ് വീട്ടിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ സസ്പെൻഷനിലായി ഒരു പോലീസുകാരനാ. അപ്പൊ ആ ഒരു ഓർമ്മ വേണം.
എസ് ഐയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീയൊന്നും മിണ്ടിയില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുമായിരുന്നെങ്കിൽ ഈ സസ്പെൻഷൻ ആവശ്യം വരുമായിരുന്നോ? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ചേച്ചിയെ പ്രതിയാക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചേ? എന്നിട്ട് എന്തായി ഒടുവില്? കോടതിയിൽ നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ? എൻ്റെ സാറേ, ഇനിയെങ്കിലും നല്ല രീതിയിൽ ജോലി ചെയ്യാൻ നോക്ക്, അല്ലെങ്കിലുണ്ടല്ലോ. അപ്പോഴേക്ക് CI പറഞ്ഞു, നീ കൂടുതൽ കിടന്ന് കളിക്കണ്ടറി. കണ്ടു, ഒടുവില് എന്നെങ്കിലും ഒരിക്കല് ഞാൻ ജോലി ചെയ്യുന്നിടത്തേക്ക് നീ വരും, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാന്ന് പറഞ്ഞു. എൻ്റെ സാറേ, ഒന്ന് പോ സാറേ, അങ്ങനെ അങ്ങ് പേടിപ്പിക്കാൻ വരട്ടെ. അങ്ങനെ ഓടുന്നോളൊന്നും അല്ല ഈ നന്ദുവിന് പേടിയില്ല. കാരണം നന്ദു നേരെ പോകുന്നുള്ള തരക്കാരിയാ. എന്ന് ഇനി എന്താണെങ്കിലും സാറിന് അടുത്ത കാലത്തെങ്കിലും സല്യൂട്ട് തരാൻ പറ്റില്ലോ. ഇരിക്കട്ടെ ഒരു സല്യൂട്ടെന്നും പറഞ്ഞോണ്ട് അവസാനത്തെ ഒരു സല്യൂട്ടും കൂടെ നന്ദു കൊടുക്കുകയാണ്. CI ശരിക്കും തേഞ്ഞൊട്ടിപ്പോയി അത് കണ്ടു കഴിഞ്ഞപ്പോ. കുറച്ച് കഴിഞ്ഞപ്പോ മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി വരുവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നവീനാണ് വാദിക്കാൻ കയറുന്നത്, അതുകൊണ്ട് ഉറപ്പായിട്ടും നയനമോള് നിരപരാധിയെന്ന് തെളിയിക്കപ്പെടുമെന്ന്. മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ട വന്നില്ലേ, അതൊന്നും സാരമില്ലടോ. അവളുടെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടന്നല്ലേ മതിയാവുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നയനമോള് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും ആ CIക്കിട്ടുള്ള പണി കൊടുക്കണമെന്ന്. അധികം താമസിക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ എന്താ കൃത്യമായിട്ടുള്ള പണി കൊടുത്തു. ഇനി അയാൾ സസ്പെൻഷനിലും കൂടെ ആയി കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അയാളെ വെറുതെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എന്നാലും എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, എന്തിനാ പേടിക്കണേ? ആദർശ് എന്താണെങ്കിലും വെറുതെ ഇരിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആദർശ് ഇനിയിപ്പം നയനെ ഒക്കെ കൊടുക്കാൻ ശ്രമിച്ച ആരാന്നുള്ള സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കും. അവനെക്കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ആ കാര്യം എടുത്ത് താൻ പേടിക്കണ്ടോ. ശത്രുക്കൾ പ്രബലരാന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇതിനു മുമ്പ് ആദർശിനെ കൊടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ അറിയാലോ, കുറച്ചാൾ മുമ്പ് നന്ദു കുറച്ച് കള്ളക്കടത്ത് സ്വർണം പിടികൂടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡ്രൈവറെ പിടികൂടാൻ പറ്റിയില്ല. പക്ഷെ അയാളെ കൊന്നു ശത്രുക്കള്. ഇതൊക്കെ അവർക്ക് വിനയായിട്ട് വരത്തുള്ളൂ. താൻ കണ്ടോ, അവസാനം പിടിക്കപ്പെടുമ്പോ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പണിയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. ആ കാര്യത്തിൽ തനിക്കൊരു പേടിയും വേണ്ട, താൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് വസ്തന മുത്തശ്ശിയെ സമാധാനിപ്പിച്ചു മുത്തശ്ശന്. ഇതേ സമയം ഹബീരുടെ അടുത്തേക്ക് ജലജ വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ എല്ലാം പോയടാന്ന് പറഞ്ഞു. എന്താ? അവളെ കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞു. കോടതി വെറുതെ വിട്ടോ? അതേടാ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക്. അവൾ അകത്ത് കിടക്കുമെന്ന് ഓർത്തിരുന്നതല്ലേ, എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായില്ലേ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ? എടാ സത്യം പറ, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോന്ന് ചോദിച്ചു. ആ കള്ളക്കട സ്വർണം കാറിനകത്ത് വെച്ചതായിട്ട് ബന്ധപ്പെട്ട്. എന്റെ അമ്മ എനിക്കില്ലാന്ന് പറഞ്ഞു. സത്യം പറയടാ. അമ്മയാണോ സത്യം എന്ന് പറഞ്ഞോണ്ട് ഇല്ലാന്നും പറഞ്ഞോണ്ട് ജലജയുടെ തലയെ തൊട്ട് സത്യം ചെയ്യണം. അപ്പോഴേക്കും ജലജ പറഞ്ഞു, നീ കള്ളസത്യമല്ലേ ഇടുള്ളൂ, അതുകൊണ്ട് എനിക്ക് നിന്നെ വിശ്വാസമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അമ്മേ എനിക്ക് പങ്കില്ലമ്മേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എന്തൊക്കെ ഒരു പ്രതീക്ഷകളായിരുന്നു. അവൾ അകത്താകുമായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ആഹാരം കഴിച്ചേനം. നല്ല വിശപ്പ് തോന്നിയേനെ എനിക്ക്. പക്ഷെ ഇപ്പൊ എന്റെ വിശപ്പ് മൊത്തം കെട്ടുപോയി. അതുപോലത്തെ വാർത്തയല്ലേ കേട്ടിരിക്കുന്നേ. എല്ലാ പ്രതീക്ഷകളും നശിച്ചുപോയി. ജലജയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് എലിസബത്തും ദാമേട്ടനും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. മുറ്റത്തിറങ്ങി. ഇതുവരെയായിട്ട് നയനെ ആദർശമൊന്നും വന്നിട്ടില്ല. ഇനി ജാമ്യം കിട്ടി കാണത്തില്ല ദാമേട്ടാന്ന് ചോദിച്ചു. ജാമ്യം കിട്ടും എലിസബത്ത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും കാറും കൂടെ വന്നിരുന്നു. ആദർശം നയനയും കൂടെ ഇറങ്ങി. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമാണ് രണ്ടുപേർക്ക് സമാധാനമായത്. എലിസബത്ത് ചോദിച്ചു, മോളെ ജാമ്യം കിട്ടിയോന്ന് ചോദിച്ചു. കോടതി എന്നെ വെറുതെ വിട്ട് ചേച്ചിന്ന് പറഞ്ഞു. ഇപ്പോഴും ഒരു സമാധാനമായെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോയിരുന്ന സമയത്ത് ദാമേട്ടൻ പറഞ്ഞു, ഇപ്പൊ ഈ സമയത്ത് ഈ കൊച്ചു പോയി ഒരു ദിവസം ലോക്കപ്പിലൊക്കെ കിടക്കാന്ന് പറഞ്ഞാലേ. എലിസബത്ത് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിച്ച് അല്ലേ മതിയാവത്തുള്ളെന്ന് പറഞ്ഞു. അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആദർശം നയനെ ചേർത്ത് പിടിക്കുകയാണ്. ഇത്ര സമയം ഞാൻ എങ്ങനെ ഇരുന്നേന്ന് എനിക്കറിയത്തുള്ളൂ. കാരണം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റിലായിരുന്നു അതിനെ. നീ ഇന്നലെ ലോക്കപ്പിൽ കിടന്ന സമയത്ത് എനിക്കിവിടെ നിന്ന് കണ്ണടയ്ക്കാൻ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ടെൻഷനായിരുന്നു പറഞ്ഞു. നയന പറഞ്ഞു, എനിക്ക് അറിയാം ആദർശേട്ടാ. ഇന്നലെ ഒരു പക്ഷേങ്കിലും ഞാൻ കോടതിയിൽ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ആദർശേട്ടനും കൂടെ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ തെളിവുകൾ സാധ്യത ഉണ്ടല്ലോ. ആദർശേട്ടനും എന്നോടൊപ്പം കാറിൽ നിന്ന് ഇറങ്ങുന്നേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഗുണ്ടകളല്ലേ സ്വർണം കൊണ്ടേ വെച്ചത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടല്ലേന്ന് ചോദിച്ചു. നയന പറഞ്ഞു, അതെ അത് ശരിയാ. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ ആദർശേട്ടന് എന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും കോടതിക്കൊന്നും തോന്നില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നമ്മളെപ്പോലെ തന്നെ ഉറങ്ങാതിരുന്ന രണ്ട് വ്യക്തികളുണ്ട്.
നവീനും നന്ദു അവരെന്തായാലും രാത്രി മുഴുവനും ഈ കേസിനെ കുറിച്ചുള്ള ഡിസ്കഷനിലായിരുന്നു തോന്നേ. സത്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നയന പറഞ്ഞു, അതേ ആദർശേട്ടാ, അവർ ശരിക്കും കിടന്ന് വിഷമിച്ചെന്ന് പറഞ്ഞു ഇന്നലെ സത്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പിന്നീട് അനിയെ നന്ദു വിളിക്കുകയാണ്. അങ്ങനെ നന്ദു വിളിക്കണ സമയത്ത് അനി പറഞ്ഞു, അതെ നീയും നവീനും കൂടെ ചേർന്നിട്ടാണ് നയനടുത്ത് രക്ഷിച്ചല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, എനിക്ക് അതിനകത്ത് വലിയ പങ്കൊന്നുമില്ല, നവീനായിട്ടിനെ രക്ഷിച്ചെടുത്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനിയുടെ മുഖത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം എനിക്ക് നന്ദു അങ്ങനെ അവനെ പുകഴ്ത്തി പറയുന്ന നവീനെ പുകഴ്ത്തി പറയുന്ന ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇനി എങ്ങാനും അവനെ കയറി പ്രേമിച്ച് കളയുമെന്നൊരു പേടിയുണ്ടായിരുന്നു മനസ്സിൽ. ഈ സമയത്ത് നന്ദു പറഞ്ഞു, നവീനേട്ടനെ ഒന്നുകൂടെ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി ചോദിച്ചു, അതെന്താ? അല്ല, ഒന്നുകൂടെ വിളിച്ച് ഒന്ന് കൺഗ്രാറ്റ്സ് പറയണം, അപ്പോഴൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചോളൂ, ഒന്ന് വിളിച്ചൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിലും നവീനേട്ടൻ ഒരു കേസ് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാനായിട്ട് പറ്റും, നവീനേട്ടൻ അത് 100% വിജയിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നവീനെ കുറിച്ചുള്ള പുകഴ്ത്തുവാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കോള് കട്ട് ചെയ്തിട്ടും അനി അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. ഇതേ സമയത്ത് കനയും ഗോവിന്ദനൊക്കെ സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം നയന പുറത്തിറങ്ങിയല്ലോ, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോവിന്ദൻ പറഞ്ഞു, ഇപ്പോഴാ ശരിക്കും പറഞ്ഞു ഒരു സമാധാനമായത്, ഇത്ര സമയവും എന്റെ ദൈവമേ എന്തൊരവസ്ഥയായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കുമാണ് നവ്യയുടെ കോള് വരുന്നേ. നവ്യയുടെ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, ഇതേ നവ്യാന്ന് പറഞ്ഞു. കോൾ എടുക്ക് ഗോവിന്ദേട്ടാ. കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചു. എന്താന്നോ, രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ, പ്രിയപ്പെട്ട മോളല്ലേ പുറത്തിറങ്ങിയിരിക്കുന്നേ, അപ്പൊ അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുമായിരിക്കില്ലേ. അല്ല, നിനക്കിപ്പോ ഇത് എന്താ വേണ്ടേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. ആ സന്തോഷത്തിലിരിക്കുന്ന സമയത്തൊരു ദുഃഖവാർത്ത നിങ്ങളോട് പറയാം. നിനക്ക് സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യം, നിങ്ങളെല്ലാവരും കേൾക്കാനായിട്ട് ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, എന്താ കാര്യം എന്താ? അതെ, നാളെ അബി എൻ ജ്വല്ലറിലേക്ക് പോവുക, എൻ ജ്വല്ലറി മാനേജർ ആവാനായിട്ട് നാളെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമല്ലേ. അത് കേട്ടപ്പോൾ ഗോവിന്ദന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് സന്തോഷമില്ലാത്തുള്ള കാര്യം എന്നറിയാം, അതുകൊണ്ടാ. പിന്നെ ബാക്കി ആർക്കെങ്കിലും അങ്ങനെ സുവർണ അവസരം കിട്ടിയെങ്കിൽ നിങ്ങൾ അവരെ പ്രശംസിച്ചാണ്, പക്ഷെ ഇവിടെ അത് ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, മോളെ അങ്ങനെയൊന്നുമില്ല, പക്ഷെ നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ, നീ ഇതുവരെയായിട്ട് സത്യം മനസ്സിലാക്കാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണേ, വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് നവ്യെ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും കനക പറഞ്ഞു, എൻ്റെ ഗോവിന്ദേട്ടാ, ഇതൊക്കെ കൊണ്ട് അവളോട് സത്യങ്ങളൊക്കെ നേരത്തെ തുറന്നു പറഞ്ഞ് ആ അബിയുടെ ചതി കൊണ്ട്, പക്ഷെ അവളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ എൻ്റെ കനകയെ, എന്ത് ചെയ്യാനാ, അവൾ അനുഭവിക്കട്ടെ, അല്ലാതെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഒരു ജന്മത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അവൾ എന്താ പറഞ്ഞേ, അവളെ നമ്മൾ ദത്തെടുത്താന്ന്, നമ്മുടെ മോളല്ല അവള് എന്നൊക്കെയല്ലേ, നമുക്ക് അവളോട് സ്നേഹമില്ല പോലും, എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല എന്നൊക്കെ കനകയും ഗോവിന്ദനും പറയാണ്. ആ സമയം നവ്യ ഇങ്ങനെ ആലോചിക്കുക, പക്ഷെ ഈ പറയുന്ന അവർക്കൊന്നും അറിയത്തില്ലല്ലോ നവ്യയാണ് സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ഇറങ്ങി തിരിച്ചെന്നുള്ള കാര്യം, നയനെ രക്ഷിക്കാനായിട്ട് നവ്യ കാരണമാണ് നയനെ പുറത്തിറങ്ങിയെന്നുള്ള കാര്യം. അപ്പം നവ്യയുടെ മനസ്സിൽ വേറെ പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.